അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കുട്ടികളിൽ ഉണ്ടാകുന്ന പൈശാചിക പ്രശ്നത്തിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു പ്രശ്നം സംശയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവർ ചോദിച്ചത് ഇതാണ്: ഉസ്താദെ, എൻ്റെ മോൻ 1 വയസ്സ് കഴിഞ്ഞ് തല വല്ലാതെ നിലത്തിട്ട് ചുമരിലിട്ടും ഇടിക്കുന്നു. ഭയങ്കര വികൃതിയാണ്, പൈശാചിക ശല്യമാണോ? ഇതാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് കുട്ടികൾ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ചില കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് തലയിട്ട് ഇടിക്കുക, ഓവറായിട്ട് വാശി കാണിക്കുക, ഇങ്ങനെ ചില കുട്ടികൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവരെ ഈ ചോദ്യത്തിൽ ഇവർ എന്താ കുറച്ച് ഡീറ്റെയിൽസ് ഒന്നും നമ്മോട് ചോദിക്കാത്തതുകൊണ്ട് ഇതൊരു പൈശാചിക പ്രശ്നമാണോ, തലയിട്ട് ഇടിക്കുന്നു 1 വയസ്സായ കുട്ടി, അത്ര ഇവർ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് പൈശാചിക പ്രശ്നമാണ് നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒറ്റയടിക്കത്തൊരു പൈശാചിക പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം ഇത് പൈശാചിക പ്രശ്നം കൊണ്ട് നമുക്ക് തലയിട്ടിടിക്കാം, ചില കുട്ടികൾ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് പ്രവർത്തിക്കാം, ചില കുട്ടികൾ ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം എവിടെയെന്ന് വെച്ചാൽ, നമ്മൾ ഈ 1 വയസ്സിൻ്റെ കുട്ടി പറഞ്ഞാൽ 1 വയസ്സിന് ശേഷമാണ് കുട്ടി ബിഹേവിയർ തുടങ്ങുക. അപ്പോൾ ആ ബിഹേവിയറിൽ ചിലപ്പം ഈ ഓട്ടിസത്തിൻ്റെ എന്തെങ്കിലും അംശങ്ങളോ ADHDൻ്റെ ഒക്കെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടി തുടങ്ങുന്ന സമയം അങ്ങനെ ആയിരിക്കും. ഇങ്ങനെ വികൃതി കാണിച്ചുകൊണ്ടും ഭയങ്കര ആയിട്ടായിരിക്കും, അഗ്രസീവ് പ്രവൃത്തികളും ബിഹേവിയറും ഒക്കെ ആയിരിക്കും ഈ കുട്ടീൻ്റെ ഉണ്ടാവുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ADHDയോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് എന്നാണ് അർത്ഥം. ഓട്ടിസത്തിൻ്റെ ചെറിയ അംശങ്ങളൊക്കെ ആണെങ്കിൽ ആ കുട്ടിക്ക് ബിഹേവിയർ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതായത് സംസാരിക്കുന്നിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ 2-3 വയസ്സ് വരെ കറക്റ്റ് സംസാരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സംസാരത്തിന് താളം തെറ്റുന്ന ആളുകളുണ്ട്. അതായത് കറക്റ്റ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വയസ്സ് തുടങ്ങുന്ന കുട്ടി ചിലപ്പോൾ ഉമ്മ ഉപ്പ മാത്രം വിളിക്കും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്ക് കിട്ടാത്ത അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ പിന്നെ കുട്ടി അവിടെ നിന്ന് നമുക്കിത് ഓട്ടിസാണോ അല്ലെങ്കിൽ ADHDൻ്റെ പ്രശ്നങ്ങളാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങനെ കുട്ടി വളർന്നു വരുമ്പോൾ അങ്ങനെ പടിപടിയായിട്ടാണ് നമുക്ക് മനസ്സിലാവുക. അതായത് കുട്ടീൻ്റെ സംസാരം, നടത്തം, പ്രവൃത്തികൾ, അതിലൊക്കെ ഒരു അബ്നോർമാലിറ്റിയോ അല്ലെങ്കിൽ അഗ്രസീവായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതാണെന്നുള്ള വിവേചിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് തല ഇങ്ങനെ മെല്ലെ കൊണ്ട് ഇടിക്കുന്നതാണ്. ഇപ്പം ചില കുട്ടികൾ ഫ്രിഡ്ജിലിടിക്കുക, അല്ലെങ്കിൽ കട്ടിലിൻ്റെ തലക്കിടിക്കുക, ചുമരിലിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് ചില കുട്ടികളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വേദന ആവാത്ത രീതിയിലുള്ള ഇടിയായിരിക്കും ഉണ്ടാവുക. ഇനി അതല്ല നിങ്ങളെ കുട്ടി വേദന ആവുന്ന രീതിയിൽ, മുറിപ്പെടുന്ന രീതിയിൽ ശക്തിയായിട്ട് ഇടിക്കുന്നുണ്ടോ നോക്കുക. അപ്പോൾ അത് ചിലപ്പോൾ തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പറയാൻ പറ്റാത്ത കുട്ടികൾ അങ്ങനെ ഇടിക്കും. ഇനി അതല്ല നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റൻഷൻ സീക്കിൻ്റെ, അതായത് ശ്രദ്ധ പിടിച്ചു പറ്റാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് അങ്ങനെ അമർത്തി ഇടിക്കൊന്നുമില്ല, തല വേദനിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്ന വേദനൻ്റെ രീതിയിലുള്ള ഇടി ഉണ്ടാവുള്ളൂ. ഇനി അതിൻ്റെ അങ്ങേപ്പുറമുള്ള വെച്ച് ഊരിച്ച് ഒരച്ച് ഭയങ്കരമായിട്ട് മാരകമായിട്ട് ഇടിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവാം. ഇനി അതല്ല പൈശാചിക പ്രശ്നങ്ങളാണെങ്കിലും ഭയങ്കരമായിട്ട് ഇടിക്കുന്ന രീതിയിൽ, മുറിപ്പെടുന്ന രീതിയിലുള്ള ഇടി ഉണ്ടാവാം. അതേപോലെ ഇനി ഇങ്ങനെ ഇടിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിങ്ങനെ ഒരു പാറ്റേണിൽ ഇതിനൊരു പാറ്റേൺ ഉണ്ടോ, പ്രത്യേക സമയങ്ങളുണ്ടോ കുട്ടി, അതായത് നമ്മളിനി എന്തെങ്കിലും സംസാരിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത ആ സമയത്താണ് ചെയ്യുന്നത്, അതല്ല കുട്ടി ഒരു പ്രത്യേക സമയം തിരഞ്ഞെടുക്കുകയാണോ, ഇനി അതല്ല നമ്മളിപ്പം ഭക്ഷണമൊക്കെ കഴിക്കാൻ പറഞ്ഞ് അതൊന്നും ചെയ്യാതിരിക്കുമ്പം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുട്ടി ആവശ്യപ്പെട്ട് നമ്മളത് കൊടുക്കാതിരിക്കുമ്പം അങ്ങനെയൊക്കെയുള്ള സമയത്താണോ കുട്ടി ചെയ്യുന്നത് എന്നുള്ളത് നോക്കി മനസ്സിലാക്കുക. അതേപോലെ ഇതിനൊരു തുടർച്ചയായിട്ടുള്ള ആവർത്തനം ഉണ്ടോ, അതോ കുറച്ച് നേരം അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ചെന്ന് സമാധാനിപ്പിക്കുമ്പോൾ കുട്ടി അടങ്ങുന്നുണ്ടോ, അതോ ഇനി നമ്മൾ പിടിച്ചാലും പിടി തരാതെ കുട്ടി ഇടിക്കുന്നുണ്ടോ, അതൊക്കെ നോക്കേണ്ടതുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ ഇതൊന്നും വരാത്തതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കുട്ടീൻ്റെ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ അവർ ചെയ്യുന്നതിന് നമ്മൾ റിയാക്ട് ചെയ്യുമ്പം കുട്ടി എങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷനും കൂടി എന്നുള്ളത് നമ്മളിതിൽ പരിഗണിക്കേണ്ടതുണ്ട്. അതേപോലെ കുട്ടീനെ അവിടെ നിന്ന് വളർന്നു വരുമ്പം കുട്ടീൻ്റെ സ്പീച്ച്, കുട്ടീൻ്റെ ബിഹേവിയർ, കുട്ടീൻ്റെ നടത്തം, കുട്ടി അമിതമായിട്ട് നടക്കുക, എന്തെങ്കിലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഏളിടുന്ന പോലെ ചെയ്യാം, അല്ലെങ്കിൽ പ്രത്യേക ആംഗ്യങ്ങൾ കാണിക്കുന്ന പോലെ ചെയ്യാം. ഇതൊക്കെ കുട്ടീൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ ബിഹേവിയർ പ്രശ്നങ്ങളായിട്ട് ADHDൻ്റെയും ഓട്ടിസത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടാവാം. ഇതിലിപ്പോൾ മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഈ കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്,
നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ ഉണ്ടാകുന്നത്, എന്തെങ്കിലും കുട്ടിക്ക് വാശി പിടിക്കുന്ന സമയത്താണ് ഉണ്ടാകുന്നത്, അതല്ല ഒരു പ്രത്യേക ഒന്നുമില്ലാത്ത നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സമയത്ത് പോയി ചെയ്യണോ, അത് എത്ര സമയം ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനോട് പ്രതികരിക്കുമ്പം കുട്ടി എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്, അത് നമ്മൾ നോക്കുക. ഇനി അതല്ല കുട്ടി എന്തെങ്കിലും ഭയപ്പെട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ ഉണ്ടാവും. നമ്മൾ പിടിച്ചാൽ തീരെ പിടി തരാതെ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് അങ്ങനെ ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ടെങ്കിൽ പൈശാചിക പ്രശ്നങ്ങളാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് അതൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമുക്കതിന് എങ്ങനെയാണ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിതിന് പാറ്റേണായിട്ട് വല്ല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കണം. എപ്പോഴെപ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്, എങ്ങനെ ഉണ്ടാകുന്നത്, ഏതൊക്കെ കാര്യങ്ങൾ ഏതെങ്കിലും സമയത്താണ് ഉണ്ടാകുന്നതൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. അത് ചിലപ്പം നമ്മളെടുത്തിപ്പം അങ്ങനത്തെ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർ അങ്ങനത്തെ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മളെടുത്ത് വരാറുണ്ട്. ചില ആളുകൾ ബോധം കെടുക, ഇപ്പോൾ അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ബോധം കെട്ട് വീഴുന്ന പ്രശ്നം, നിന്നിടത്തുനിന്ന് ബോധം കെടുന്ന പ്രശ്നം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരേ കരച്ചിൽ നിർത്താതുള്ള കരച്ചിലൊക്കെ വന്നിട്ട് നമ്മളെടുത്ത് പ്രശ്നങ്ങൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അവരോട് പറയുന്നതാണ്, ഇത് നമ്മൾ എഴുതി വെച്ചിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഏതൊക്കെ സമയങ്ങളാണ് ഉണ്ടാകുന്നത്, എപ്പോഴാണ് ഉണ്ടാകുന്നത്, ഏതേത് ദിവസങ്ങളിലാണ് ഉണ്ടാകുന്നത്, ഏതൊക്കെ പ്രതികരണങ്ങൾ, അപ്പോൾ നമ്മൾ ഓരോ രീതിയിൽ ഇതുണ്ടാകുമ്പം ഓരോ രീതിയിൽ നമ്മൾ പ്രതികരിക്കുമ്പം കുട്ടി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതൊക്കെ ഇതിൻ്റെ ഒരു നിർണായക കാര്യങ്ങളാണ്. നമ്മൾ ഈ കാര്യങ്ങൾ പ്രവൃത്തി മനസ്സിലാക്കുക. അല്ലാതെ ഇപ്പോൾ ഈ 1 വയസ്സായ പ്രായത്തിലുണ്ടാകുന്ന കുട്ടിക്ക് ബിഹേവിയർ കൊണ്ടുണ്ടാവാം, പൈശാചിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവാം. അപ്പോൾ അത് 2 തരത്തിലും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇനി ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ കുട്ടിക്കൊരു 3 നേരം തലയിൽ കൈവച്ചിട്ട് 3 ഫാത്തിഹ, ഒരു ആയത്തുൽ കുർസി, ഒരു ആമന റസൂല്, 3 ഖലാസ്, 3 ഫലക്ക് കുട്ടീൻ്റെ തലയിൽ കൈവച്ചിട്ട് 3 നേരങ്ങളായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ അത് വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് കൊടുക്കുക, 2 നേരത്ത് മന്ത്രിച്ചിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അതേപോലെ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിക്കൊക്കെ ചെയ്തു കൊടുത്ത ഒരു ദുആ ആണ്, അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മാത്തി വമിൻ കുല്ലി ഐനിൻ ലഅമ്മ. ഇത് കുട്ടീൻ്റെ തലയിൽ വെച്ചിട്ട് ചൊല്ലി കൊടുക്കുന്നതിൻ്റെ കൂടെയും ചെല്ലാം. ഒരു 21 വട്ടോ 35 വട്ടോ 107 വട്ടോ അങ്ങനെയൊക്കെ ചെല്ലാം. അതേപോലെ വെള്ളത്തിൽ ഊതുന്നതിൻ്റെ കൂടെ ചൊല്ലി കൊടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സ തുടങ്ങേണ്ടത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പം ഇത് പൈശാചിക പ്രശ്നങ്ങളായാലും ഓട്ടിസം അതേപോലെ ADHD എന്ത് പ്രശ്നങ്ങളായാലും ശരി, കുട്ടികളിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളും നമ്മൾ ചികിത്സിക്കേണ്ടതാണ്. കൃത്യമായിട്ട് കുട്ടീനെ വാച്ച് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം. ഇന്നത്തെ കാലത്ത് അതിനൊക്കെ നമുക്ക് ബിഹേവിയറിൻ്റെ പ്രശ്നങ്ങളായാലും ശരി, സ്പീച്ച് പ്രശ്നങ്ങളായാലും ശരി, ഒരു ഏർലി സ്റ്റേജിൽ, ഇനിയിപ്പോൾ പൈശാചിക പ്രശ്നങ്ങളായാലും ഒക്കെ ഒരു തുടക്കത്തിൽ തന്നെ കുട്ടീനെ ഇത് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കുട്ടികളെ തൊട്ടൊക്കെ അള്ളാഹു ഷിഫയാക്കി തരട്ടെ. എല്ലാവർക്കും ബർക്കത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.